ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ദളപതി ദർശനം കാണാം. എന്നാൽ പക്ഷേ പടത്തിന് ഇതുവരെ സെൻസേർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പടത്തിന്റെ ട്രെയിലർ ഇറങ്ങി, ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ടായി, എന്നിട്ടും പടത്തിന് ഇതുവരെ ഏത് സെൻസറാണ് കൊടുക്കുന്നില്ല, ഏത് സർട്ടിഫൈഡാണ് കൊടുക്കുന്നത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇതെന്തോ സംഭവം നടക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ പരാശക്തിക്ക് US സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ജനനായകൻ അതിന് മുമ്പ് റിലീസ് ചെയ്യുന്ന ചിത്രമായിട്ട് അതിന് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം ഇപ്പം പറയുന്നത് മൊത്തം ഇതൊരു രാഷ്ട്രീയ കളിയാണ് നടക്കുന്നത് എന്നാണ്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാകാം. സാധാരണ ഞാൻ ആലോചിക്കുമായിരുന്നു, സാധാരണ വിജയ് പടങ്ങൾ ഇറങ്ങുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് ഓരോരോ തടസ്സങ്ങളാണ് വരുന്നത്. ഒന്ന്, സിനിമയ്ക്ക് ഇംഗ്ലീഷ് പേരാണ് ഇട്ടത്. ദളപതി സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിനകത്ത് വരുന്നത്. പാട്ടിനകത്ത് അത് വരുന്നു, ഇത് വരുന്നു, മറ്റേത് പറയുന്നത്. എന്നാൽ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ കയറി പിടിച്ച് തൂങ്ങിയേക്കുന്നത് ഇതിന്റെ സെൻസറിൽ. അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞത് ഇതൊരു A സർട്ടിഫിക്കറ്റ് പടമായിരുന്നു, A സർട്ടിഫൈഡ് പടമായിരുന്നു, കാരണം വയലൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രെയിലറിനകത്ത് നമുക്ക് അത്യാവശ്യം മാസ് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള പടമായിട്ട് തോന്നുന്നു. അപ്പം ഇതിനകത്ത് ആദ്യം പറഞ്ഞിരുന്നത് ഇതൊരു A സർട്ടിഫൈഡ് പടമായിരിക്കും, ഇതിനകത്ത് കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നീട് ഒരു ദളപതി പടത്തിന് A സർട്ടിഫൈഡ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താ, അവർക്ക് മുൻകൂട്ടി ഇതായിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഇതുകൊണ്ട് അത് റീസെൻസേർഡിന് കൊടുത്തു. അപ്പോൾ അത് അതിൻ്റെ കുറച്ച് സീൻസൊക്കെ കട്ട് ചെയ്ത് UA കിട്ടാൻ വേണ്ടിയാണ് അവർ കൊടുത്തിരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ UA ഇല്ല, AI ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിട്ട് ഇപ്പോൾ മാറിയേക്കുവാണ്. അപ്പോൾ എന്തായാലും പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഹെവി ആയിട്ട് നടക്കുന്നു. പടത്തിന് ട്രെയിലർ ഇറങ്ങി, എന്നിട്ടും എനിക്കൊന്ന് 2-3 ദിവസമേ ഉള്ളൂ. അപ്പം ഇതുവരെ ഇതിനെ കിട്ടിയിട്ടില്ല. അപ്പം നാളെ കിട്ടും എന്നുള്ളതാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രീയമയമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ ദളപതി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഇലക്ഷൻ എടുക്കാൻ പോകുന്നു. അപ്പോൾ ഇതൊരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോളിവുഡ് ക്ലാഷ് എന്ന് പറയാൻ പറ്റത്തില്ല, പൊളിറ്റിക്കൽ ക്ലാഷ് എന്നാണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്, അതായത് ഒത്തിരി തമിഴ് ന്യൂസ് ചാനൽസും അല്ലെങ്കിൽ യൂട്യൂബിൽ ഓരോരുത്തരും ഒക്കെ പറയുന്നത്, ഇപ്പോൾ അഥവാ സെൻസറിൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീം നമ്മുടെ കോടതിയായിട്ടൊക്കെ സമീപിക്കുക എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ നാളെ അതിൻ്റെ ഒരു കൺഫർമേഷൻ വരും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പം ലാസ്റ്റ് റീസെൻ്റായിട്ട് ഇറങ്ങിയ റിപ്പോർട്ട് നമുക്ക് പറയുന്നത്. നാളെ രാവിലെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒരു പോസ്റ്ററോട് കൂടി ഇറക്കും. അത് UA സർട്ടിഫൈഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് വരുന്ന റിപ്പോർട്ട്, റീസെൻ്റ്ലി റിപ്പോർട്ട്. അപ്പം എന്തായാലും എല്ലാ തടസ്സങ്ങളും മാറി ജനുവരി 9 തന്നെ പടം റിലീസ് ചെയ്ത് ആഘോഷിക്കാം നമ്മുടെ വൺ ലാസ്റ്റ് ടൈം ദളപതി ദർശനം. അപ്പോൾ എന്തായാലും വൺ ലാസ്റ്റ് ടൈം ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.